നിങ്ങളൊരു കാർ ഓടിച്ചു പോവുകയാണ്, ഒരു കാർ പഠിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഗിയർ ഇടുന്നു, നിങ്ങൾ ക്ലച്ച് ചവിട്ടുന്നു, നിങ്ങൾ ആക്സിലറേറ്റർ ചവിട്ടുന്നു, അങ്ങനെ നിങ്ങൾ ആ കാറ് പഠിക്കുന്നു. ആ പഠിക്കുന്നത് ആരാണ്? നിങ്ങളാണ്. നിങ്ങളെന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ആ കാറ് പഠിക്കുന്നത്. ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ ബ്രേക്ക് ഇടുന്നു. നിങ്ങൾ സൂക്ഷ്മമായി വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ആ അകലേക്ക് നോക്കി നിങ്ങൾ മെല്ലെ കാർ ഓടിക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ എത്താറായി. ആ സമയത്ത് പിന്നെ നിങ്ങൾ ആ കാർ ഓടിക്കുന്നത് നിങ്ങളാണോ? അല്ല, അത് നിങ്ങളിലുള്ള യന്ത്രമനുഷ്യനാണ്. നിങ്ങളുടെ ഉള്ളിൽ രണ്ട് മനുഷ്യന്മാരുണ്ടെന്ന് അറിയുക. ഒന്ന് നിങ്ങളും, ഒന്ന് നിങ്ങളെപ്പോലെയുള്ള ഒരു റോബോട്ടും. അത് കഴിഞ്ഞ് നിങ്ങൾ സിഗരറ്റ് വലിച്ച് ഉന്മാദത്തിലായി നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നു. നിങ്ങളുടെ കാലുകൾ പോകുന്നത് നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ കൈകൾ ഉണ്ടാവുന്നത് നിങ്ങൾ അറിയുന്നില്ല. പക്ഷെ ഒരു വിഷയം അവിടെ സംഭവിക്കും. പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ജാഗ്രത അവസ്ഥയിലാകും. നിങ്ങൾ ഉണരും. നിങ്ങളുടെ ഉള്ളിലുള്ള യന്ത്രം താഴോട്ട് പോരും. ആ യന്ത്രത്തിന് അതിനുള്ള തീരുമാനമെടുക്കാനുള്ള കാര്യം നിങ്ങൾ അന്ന് പഠിപ്പിച്ചിട്ടില്ല. അതാണ് അതിന്റെ സത്യം. അതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ശിവത്വം എന്ന് പറയുന്നത്. ശിവത്വം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതുവരെ കാണാത്ത, നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു വിഷയമായതുകൊണ്ട് ശിവനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരിക്കലും നിങ്ങൾക്ക് ശിവനെ കാണാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, അതിനുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കായിട്ടില്ല. നിങ്ങളൊരാൾക്ക് ഒരു സംഗതി കൊടുക്കുന്ന സമയത്ത്, ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞത് ശിവത്വമാണ്. അവിടെ ഞാൻ കണ്ടത് ഒരു ഓലപ്പുരയും അതിനു മേലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റും ഇട്ട ഒരു വീട് ഞാൻ കണ്ടു. അവർക്ക് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. ഒരു 80 വയസ്സുള്ള ഒരു സ്ത്രീ അവിടെയുണ്ട്. അവരെ ഒരാൾ പറ്റിച്ചതാണ് എന്ന് പറയുമ്പോൾ ആ പറയുന്ന വ്യക്തിയിലുള്ള ശിവത്വം പുറത്തേക്ക് വരികയാണ്. ആ ശിവനെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ എൻ്റെ കണ്ണുകൊണ്ടൊരു ശിവനെ കണ്ടു. എല്ലാ ആളുകൾക്കും കണ്ണുകൊണ്ട് ശിവനെ കാണാൻ കഴിയില്ല. ശിവനെ കാണുന്നത് സത്യത്തിൽ കണ്ണുകൊണ്ടല്ല, യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ടാണ്. ഇതാണ് ശരിക്കും ശിവരാത്രി. അപ്പൊ ശിവത്വം അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ വാസനകൾ ഉണ്ടാവണം. അപ്പോഴാണ് നിങ്ങൾ ഒരു ഒഴിഞ്ഞ പാത്രമാകുമ്പോഴേ ശിവത്വത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ.